പഞ്ചകർമ്മ ചികിത്സയ്ക്ക് പ്രായപരിധിയുണ്ടോ? പ്രമുഖ ആയുർവേദ സ്ഥാപനമായ പങ്കജകസ്തൂരി ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ പറയുന്നു. സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയം, എത്ര വയസ്സുള്ളവർക്കാണ് ഈ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് യോജിച്ചത്? അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ, എണ്ണയിടുക, കിഴിയിടുക, ഇതൊക്കെ പറയുന്നത് പ്രത്യേക പ്രായപരിധിയുണ്ടോ? സാധാരണ നമ്മളെല്ലാവരും കാണാറുണ്ട്, പണ്ടൊക്കെ കുഞ്ഞുനാളിലൊക്കെ, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഒരു 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് കഴിയുമ്പോഴാണ് ആയുർവേദ ചികിത്സയ്ക്ക് തയ്യാറാകുന്നത് പോലും. അന്ന് വളരെ വിരളമാണ് കിഴിയിടുക, അല്ലെങ്കിൽ പിഴിച്ചിൽ ചെയ്യുക, ഒഴിച്ചിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പണ്ട് കാലങ്ങളിൽ അന്നത്തെ ജീവിത ശൈലി വെച്ചിട്ട് 50 വയസ്സിനും 60 വയസ്സിന് ശേഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 18 വയസ്സിലും 20 വയസ്സിലും 25 വയസ്സിലും, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനും പെട്ടെന്ന് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ കൂടുതൽ വരുന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതിയ ആഹാര സാഹചര്യങ്ങളിലേക്ക് പോകുന്നു, അമിതമായ വണ്ണമുണ്ടാകുന്നു, നമ്മുടെ ശാരീരികമായ രോഗങ്ങൾ, നമ്മുടെ ജീവിതശൈലി, അതുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചകർമ്മ ചികിത്സയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതെപ്പോഴും ഒരു സംശയം, ഏത് പ്രായത്തിൽ തുടങ്ങണം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പഞ്ചകർമ്മ ചികിത്സ പലപ്പോഴും 12 വയസ്സിന് ശേഷമാണ് സാധാരണ പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്നത്. എന്നാൽ ചെറുതായിട്ട് അതിൻ്റെ പൂർവ്വകർമ്മങ്ങളായ എണ്ണയിടുക, കിഴിയിടുക, അത്തരം കാര്യങ്ങൾ വയസ്സൊന്നുമില്ല. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള രോഗങ്ങൾക്ക് 2 വയസ്സിലും 3 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഞമരപ്പായസം, ഞമരക്കിഴി, അങ്ങനെ അല്ലെങ്കിൽ അഭ്യംഗം, ഇതൊക്കെ കുഞ്ഞു പ്രായത്തിലും ചെയ്യാറുണ്ട്. അത് അത്തരം രോഗമുള്ളവരിൽ. അല്ലാതെ സാധാരണ 12 വയസ്സിന് ശേഷമാണ് പഞ്ചകർമ്മ. ഇപ്പോൾ നസ്യം, ഇപ്പോൾ സ്ഥിരമായി സൈനോസൈറ്റിസ് വരുന്ന ആളാണ്, സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ക്രോണിക്കായിട്ടുള്ള തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, അഡിനോയിഡൈറ്റിസ്, ഇത്തരം രോഗങ്ങളൊക്കെ വരുന്നു. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണ്. അത്തരം സാഹചര്യങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരം ഡോക്ടർ കണ്ടതിന് ശേഷം നസ്യം 12 വയസ്സിലും 13 വയസ്സിലും 10 വയസ്സിലും ഈവൻ ചെയ്യാം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനമാണ്. എന്നിരുന്നാലും മുതിർന്നവരിൽ വരുമ്പോൾ 18 വയസ്സ്, 20 വയസ്സ്, ഇപ്പോൾ 22, 23, 24, 25 വയസ്സിലുമൊക്കെ നല്ല രീതിയിലുള്ള ക്രോണിക്കായിട്ടുള്ള സർവൈക്കൽ ലംബാർ സ്പോണ്ടൈലോസിസ് രോഗികളെ ഞാൻ കാണാറുണ്ട്. പണ്ട് കാലങ്ങളിൽ 50 വയസ്സിലുണ്ടാകുന്ന ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 വയസ്സായ പ്രായം ഏകദേശം പറയാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയുന്നില്ല. 25 വയസ്സിലും 30 വയസ്സിലുമൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്ക് ബൾജും MRI നോക്കുമ്പോൾ അറിയാൻ പറ്റും. വളരെ ചെറുപ്രായത്തിലെ തന്നെ ഡെസിക്കേറ്റഡ് വെർട്ടിബ്രയും ഇംപിഞ്ച്മെൻറ്റും അബട്ട്മെൻറ്റും ഒക്കെ കാണുന്നുണ്ട്, ഇഫൈസ്മെൻറ്റും ഒക്കെ വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത ശൈലിയാണ് കാരണം. അതുകൊണ്ട് ഒരു വർഷത്തിലൊരിക്കൽ ചികിത്സ ചെയ്തില്ലെങ്കിലും ഒരു കൺസൾട്ടേഷൻ, ഒരു നിങ്ങളെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് എന്താണ് നിങ്ങൾക്ക് ഉള്ള സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും രോഗഗ്രസ്തമാകാതിരിക്കാൻ. ഇപ്പോൾ ഒരു ഏർലി സർവൈക്കൽ, ഇപ്പോൾ ഏർലി ഏജിലൊക്കെ ഉണ്ടാകുന്ന സർവൈക്കൽ ന്യൂറാൾജിയ പോലുള്ള അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് ഒരിക്കൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോണ്ടൈലോസിസ് ആകാതിരിക്കും. എന്നാൽ ചില രോഗങ്ങളുണ്ട് സർവൈക്കലായിട്ടുണ്ടാകുന്ന ആങ്കലോസിങ് സ്പോണ്ടൈലോസിസ് പോലെയുള്ളവ. അതിന് ശാസ്ത്രീയമായ ചികിത്സകൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയുർവേദ ഡോക്ടറെ കണ്ട് ചികിത്സ തന്നെ ഉദ്ദേശിക്കേണ്ടി വരും. അല്ലാതെ സ്പോണ്ടൈലോസിസ്, സ്പോണ്ടൈലോലൈസിസ്, സ്പോണ്ടൈലോലിസ്തസിസ്, സ്പോണ്ടൈലൈറ്റിസ് ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ ആയുർവേദ ചികിത്സയിലൂടെ ഗണ്യമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് പ്രായമൊന്നുമില്ല, രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്.